ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളായ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 107 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 108 മുതൽ 112 വരെയുള്ള ആയത്തുകളാണ്. 108-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അം തുരീദൂന അൻ തസ്അലൂ റസൂലക്കും കമാ സുഇല മൂസാ മിൻ ഖബ്ൽ ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. അം തുരീദൂൻ ചോദ്യമാണ്. അം എന്നത് ഇസ്തിഫാമിൻ്റെ ഹർഫാണ്, ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അം തുരീദൂൻ, അറാദ യുരീദു, ഇറാദത്ത്. അറാദ എന്ന് പറഞ്ഞാൽ എന്താ? ഉദ്ദേശിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ യുരീദു, അതിൻ്റെ തുരീദു എന്ന രൂപത്തിലാവുമ്പോൾ നീ ഉദ്ദേശിച്ചു എന്നാവും. തുരീദൂൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്നു. അപ്പം അം തുരീദൂൻ, നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ? അള്ളാൻ്റെ ചോദ്യം, നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ? അൻ തസ്അലൂ റസൂലക്കും. അൻ തസ്അലു, സഅല യസ്അലു, ചോദിക്കുന്നു. തസ്അലു, നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണോ? ആരോടാണ്? റസൂലക്കും, നിങ്ങളുടെ റസൂലിനോട്. ഇവിടെ റസൂൽ എന്ന് ഉദ്ദേശിച്ച ആരെയാണ്? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അപ്പം അള്ളാൻ്റെ റസൂലിനോട്, നിങ്ങളുടെ റസൂലിനോട് നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണോ? കമാ സുഇല മൂസ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കപ്പെട്ടതുപോലെ. കമാ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്ക് എന്ന് പറയാനാണ്. കമാ, പോലെ. സുഇല, സുഇല എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ സഅലയുടെ മജ്ഹൂലാണ്. ചോദിക്കപ്പെട്ടു, നമ്മൾ ചെയ്യപ്പെട്ടു, അങ്ങനെ നമ്മൾ പറയുമല്ലോ. അതേപോലത്തെ ഒരു പ്രയോഗമാണ് സുഇല, ചോദിക്കപ്പെട്ടു. മൂസാ നബി ചോദിക്കപ്പെട്ടതുപോലെ നിങ്ങൾ നിങ്ങളുടെ റസൂലിനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണോ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമൻ യതബദ്ദൽ, ആരാണോ പകരം കൊണ്ടുവരുന്നത്. തബദ്ദല, യതബദ്ദലു എന്ന് പറഞ്ഞാൽ പകരം കൊണ്ടുവരിക. നമ്മൾ ബദൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ്. ബദൽ സംവിധാനം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ശരിക്കും അത് അറബിയിൽ നിന്ന് വന്ന വേടാണ്. നമ്മളിപ്പോഴും മലയാളത്തിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന പദമാണ് ബദൽ സംവിധാനം. ബദൽ എന്ന് വെച്ചാൽ പകരമുള്ള സംവിധാനം എന്നാണ്. അപ്പോൾ യതബദ്ദൽ, ആരാണ് പകരം കൊണ്ടുവന്നത്? അൽ കുഫ്ര, സത്യനിഷേധത്തെ, ബിൽ ഈമാൻ, സത്യവിശ്വാസത്തിന് പകരമായി. ഫഖദ്, തീർച്ചയായും അവൻ ളൊല്ല, ളൊല്ല യളില്ലു ളലാലത്ത്, ളൊല്ല എന്ന് പറഞ്ഞാൽ വഴി പിഴച്ചു. സവാഅ സബീൽ, സവാഅ സബീൽ. അവിടെ സവാ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, സവ സവ, സവാ എന്ന് പറഞ്ഞാൽ എന്താ? തുല്യമായതെന്നാണ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നേരായതെന്നർത്ഥം. അസ്സബീൽ, മാർഗങ്ങളിൽ ഏറ്റവും നേരായതിനെ തൊട്ട് അവൻ എന്ത് ചെയ്തു? വഴിപിഴച്ചു. അപ്പം മധ്യമായ ഒന്നാണ്. ഈ രണ്ട് സ്ഥലത്തേക്കും ഇല്ലെങ്കിൽ അതെന്താണ്? അത് മധ്യത്തിലാണ് എത്തുക. അപ്പോൾ മാർഗത്തിൽ ഏറ്റവും മധ്യമായതിനെ തൊട്ട് അവൻ എന്ത് ചെയ്തു? വഴി പിഴച്ചു. യഥാർത്ഥത്തിൽ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഈ ആയത്ത്
അവതരിക്കാനുള്ള പശ്ചാത്തലം, യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്ക വന്നിട്ട് എന്തു ചെയ്യും? ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് നബിനെ ഉത്തരം മുട്ടിക്കാൻ ശ്രമിക്കുമായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച സ്വഹാബികൾക്കിടയിൽ തശ്വീഷ് ഉണ്ടാക്കാൻ, സംശയങ്ങൾ ഉണ്ടാക്കി അവരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ശ്രമിക്കുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ആയത്തുകളൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ വളരെ വിശദമായി വിശദീകരിച്ചു. നബിയുടെ അടുക്ക വന്നവർ ചോദിച്ചതും നബി കൊടുത്ത മറുപടിയും. അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ പഠിച്ച് 106-ാമത്തെ ആയത്തിൽ ഖുർആനിൽ നസ്ഖുണ്ട്. ഖുർആനിൽ ചില ഹുക്കുമുകൾ അള്ളാഹ് അവതരിപ്പിക്കും, പിന്നെ അള്ളാഹ് ദുർബലപ്പെടുത്തും. ചില ആയത്തുകൾ അവതരിപ്പിക്കും, ആ ആയത്ത് ദുർബലപ്പെടുത്തും. അപ്പോൾ ഈ വിഷയം അവരെടുത്തിട്ട് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നിലൊരു ചോദ്യചിഹ്നമായി കൊണ്ടുവന്നു. ഇതെന്താണ് ഇങ്ങനെ? ഖുർആനിൽ അള്ളാഹു ഒരു നിയമം കൊണ്ടുവരുന്നു, പിന്നെ അതെന്ത് ചെയ്യുന്നു? എടുത്തു കളയുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സ്വഹാബികളുടെ മനസ്സിൽ എന്തുണ്ടാവും? ഒരു ഇടങ്ങേറുണ്ടാവും അല്ലേ? നമ്മുടെ നാട്ടിലെ യുക്തിവാദികളൊക്കെ, നിരീശ്വരവാദികളൊക്കെ ചെയ്യണ പണി അന്നത്തെ ജൂതന്മാരെന്ത് ചെയ്തിട്ടുണ്ട്? നല്ല ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു യുക്തിവാദി വന്നിട്ട് ഒരായത്ത് ഓതിയിട്ട് ഒരു അർത്ഥം പറഞ്ഞിട്ട് ഇസ്ലാമിനെ അടിക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇത് കേട്ടുപോണ യക്കീനില്ലാത്ത മുസ്ലിങ്ങളുടെ മനസ്സിലൊക്കെ എന്ത് സംഭവിക്കും? സംശയം വരും. മനസ്സിലായി? ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലയിൽ യക്കീൻ എന്ന ഷർത്ത് പണ്ഡിതന്മാർ വെച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള പറഞ്ഞ ഒരാൾക്ക് എന്തുണ്ടാകണം? യക്കീൻ ഉണ്ടാകണം. അതായത് നമ്മൾ വിശ്വസിച്ച ആദർശത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ഒരു വിമർശനമോ ഒരു സംശയത്തിൻ്റെയോ ഒരു ചെറിയൊരു അംശം പോലും കടന്നു വന്നാൽ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാണ്? യക്കീൻ ഉണ്ടാകണം. ഇല്ല, ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ കഴിയണം. അതില്ല, ഇത് സംശയമാണ്, ഇത് എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് നമ്മുടെ മനസ്സിലൊരു സംശയം വന്നാൽ എന്ത് സംഭവിക്കും? തെറ്റിപ്പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിയ റളിയല്ലാഹു അൻഹയുമായിട്ട് മദീനത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ 2 സ്വഹാബികൾ അതിലൂടെ വന്നു എന്നാണ്. ആ 2 സ്വഹാബികൾ രാത്രി വരുമ്പോൾ നബിയുടെ കൂട്ടത്തിലൊരു സ്ത്രീയുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചേക്കും എന്ത്? എടാ, രാത്രി നബിയുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീനെ കണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വരി. അവരൊന്നും പറഞ്ഞിട്ടില്ല, ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. നബിയുടെ ഭാര്യ സഫിയ റളിയല്ലാഹു അൻഹയും ഒരു അസമയത്ത് മദീനത്തെ പള്ളിയുടെ അടുത്ത് വെച്ച് കണ്ടതാണ്. അപ്പോൾ ആ സ്വഹാബിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വാ, ഹാദിഹി സഫിയ, ഇതെൻ്റെ സഫിയൻ്റെ ഭാര്യയാണ്. അപ്പം 2 സ്വഹാബികൾ പറഞ്ഞു, നബിയെ ഞങ്ങളൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. നബിക്ക് വേണമെങ്കിൽ പറയാതിരിക്കാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് പറഞ്ഞു എന്നറിയോ? അള്ളാൻ്റെ റസൂലിനെ സ്നേഹിച്ച, അള്ളാൻ്റെ റസൂലിൽ വിശ്വസിച്ച ആ സ്വഹാബത്തിൻ്റെ മനസ്സിൽ നബിയെപ്പറ്റി അന്നത്തെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു ചിന്ത ഉണ്ടായാൽ മതി. ആരായിരിക്കും എന്നാലും നബിയുടെ കൂട്ടത്തിൽ? ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എന്ത് കടന്നു വരും? കുഫ്ർ കടന്നു വരും. മനസ്സിലായോ? ആ കവാടം റസൂൽ എന്ത് ചെയ്യാണ്? അടക്കാണ്. അപ്പോഴാണ് സ്വഹാബികൾ പറഞ്ഞു, നബി ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. അപ്പം നബി കൊടുത്ത മറുപടി എന്ന് അറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, പിശാച് നിങ്ങളുടെ രക്തധമനികളിലൂടെ സഞ്ചരിക്കും. അതാണ് മറുപടി കൊടുത്ത്. എന്ന് പറയും, നമ്മളൊന്നും വിചാരിക്കില്ല എന്ന് പറഞ്ഞാലും പിശാച് നമ്മുടെ രക്തക്കുഴലുകളിലൂടെ, രക്തധമനികളിലൂടെ സഞ്ചരിക്കുമെന്ന് പറയുമ്പോൾ അത്രത്തോളം പിശാച് നിങ്ങൾ എന്തു ചെയ്യും? വഴിതെറ്റിക്കും. അപ്പോൾ പ്രവാചകനെ പറ്റി മോശമായ ഒരു കാര്യം ഏതെങ്കിലും ഒരു യുക്തിവാദി പറയുകയാണ്, അപ്പോഴേക്കും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ചവരാണ്. പിന്നെന്തുണ്ടാവാൻ പാടില്ല? സംശയം ഉണ്ടാവില്ല. അതാണ് യഖീൻ. അള്ളാഹു ഖുർആനിൽ അവതരിപ്പിച്ചൊരായത്തിനെ പറ്റി ഒരാൾ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെ ചിന്തിക്കാൻ തന്നെ പാടില്ല. അതാണ് ഉറച്ച വിശ്വാസം. ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി കുറേ ചോദ്യം ചോദിക്കും. ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ? നബിയുടെ മുന്നിരിക്കുന്ന സ്വഹാബികൾക്കിടയിൽ എന്ത് ചെയ്യണം? ചെറിയ ഇടങ്ങേറുണ്ടാക്കണം. പക്ഷെ അവർക്കറിയില്ല ആകാശത്തുനിന്ന് ജിബ്രീൽ നബിക്ക് വഹി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടെന്ന്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബത്ത് മാറിക്കഴിഞ്ഞാൽ ആ സ്വഹാബികളെ പോയിട്ട് എന്ത് ചെയ്യും? ഇവർ കണ്ടിടങ്ങേറാക്കുമായിരുന്നു എന്നാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ വിശ്വാസികൾ നബിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അത് പഠിപ്പിക്കുന്ന ഒരു ആയത്താണിത്. വിശ്വാസികൾ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെരുമാറണം, പ്രവാചകനോട് സ്വീകരിക്കേണ്ട അദബ് എന്താണ്? അപ്പോൾ ഏത് രൂപത്തിൽ ചോദിക്കരുതെന്നാണ് പറഞ്ഞത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കപ്പെട്ടതുപോലെ നിങ്ങൾ നിങ്ങളുടെ പ്രവാചകനോട് ചോദിക്കാൻ ഉദ്ദേശിക്കാൻ. അപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് ചോദിക്കപ്പെട്ടതെന്ന്
നമ്മൾ ഇത്രയും നാളും എന്ത് ചെയ്തു? പഠിച്ചു. എങ്ങനെയൊക്കെയുണ്ട്? പരിഹാസമുണ്ടായിരുന്നു മൂസാ നബിയോട്. മൂസാ നബിയുടെ അനുയായികളുടെ ചോദ്യത്തിൽ എന്തുണ്ടായിരുന്നു? പരിഹാസമുണ്ട്, ആക്ഷേപമുണ്ട്. വിശ്വസിച്ച വിശ്വാസികളുടെ അവസ്ഥയിൽ പറയണത്. അതേപോലെ തന്നെ ധിക്കാരമുണ്ട് മൂസാ നബിയോട്, അല്ലേ? നീയും നിന്റെ റബ്ബും കൂടി പോയി യുദ്ധം ചെയ്തോ മൂസ എന്ന് പറഞ്ഞ ധിക്കാരമായിരുന്നു. പശുവിനെ ഇറക്കാൻ പറഞ്ഞപ്പോൾ നമ്മളെ കളിയാക്കാണോ എന്ന് ചോദിച്ചത് പരിഹാസമായിരുന്നു. ഇങ്ങനെ എത്ര ചോദ്യങ്ങൾ. അതുകൊണ്ടാണ് മഹാനായ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ചോദ്യമുണ്ട്. സൂറത്തു സൊഫിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. സൂറത്തു സൊഫ് 60-ാമത്തെ ആയത്തൊന്ന് എടുത്തേ. 60-ാമത്തെ അധ്യായം സൂറത്തു സൊഫ്. ജുമാക്ക് തൊട്ട് മുമ്പുള്ള സൂറ. 61 സോറി, 61. അതിലെ 5-ാമത്തെ ആയത്ത്. 61 സൂറ നമ്പർ 61 സൂറത്ത് സൊഫ്. അതിൽ 5-ാമത്തെ ആയത്ത് നോക്കൂ. കിട്ടിയോ? കിട്ടിക്കാണോന്ന് വിചാരിക്കുന്നു. വഇദ് ഖാല മൂസ ലിഖൗമിഹി, മൂസാ നബി തൻ്റെ സമൂഹത്തോട് പറഞ്ഞ സന്ദർഭം. യാ ഖൗമി ലിമ തുഅ്ദൂനനീ, എൻ്റെ സമൂഹമേ നിങ്ങൾ എന്നെന്തിനാണ് ദ്രോഹിക്കുന്നത്? അല്ലാത്ത ചോദ്യമാണ്. നിങ്ങൾ എന്തിനാണ് എന്നെ ഇടങ്ങേറാക്കുന്നത്? നിങ്ങൾ വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹിയിലേക്ക്, നിങ്ങളിലേക്കുള്ള റസൂലാണെന്ന് നിങ്ങൾക്ക് അറിയാം, പിന്നെ എന്തിന് നിങ്ങൾ എന്നെ ദ്രോഹിക്കുന്നു? വല്ലാത്തൊരു ചോദ്യം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലമ്മാ സാഖൂ അസാഖല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഒരു അടിസ്ഥാന തത്വമാണത്. ഫലമ്മാ സാഖൂ അസാഖല്ലാഹു ഖുലൂബഹും. ഈ അടിസ്ഥാന തത്വം നമ്മൾ പഠിച്ചു വെക്കണം. അതായത് അവരുടെ ഹൃദയം തെറ്റിപ്പോയപ്പോൾ, ഫലമ്മാ സാഖൂ, ഹൃദയത്തിന് വക്രത ബാധിച്ചപ്പോഴാണ് അള്ളാഹു അവരുടെ ഹൃദയത്തെ എന്ത് ചെയ്തത്? തെറ്റിച്ച് കളഞ്ഞത്. അള്ളാഹ് അവരുടെ ഹൃദയത്തെ മനഃപൂർവ്വം തെറ്റിച്ചതല്ല, പിന്നെയോ അവർ തെറ്റിപ്പോയി, അപ്പോഴാണ് അള്ളാഹു എന്ത് ചെയ്തത്? തെറ്റിച്ച് കളഞ്ഞത്. ചില ആളുകൾ പറയും അള്ളാഹ് ഹിദായത്തിലാക്കിയില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഹിദായത്തിലായില്ലല്ലോ. മക്കയിലെ മുശ്രിക്കുകൾ പറയുമായിരുന്നു, മുഹമ്മദേ അള്ളാഹു നമ്മളെയൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഹിദായത്തിലാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ഹിദായത്തിലാവൂലായിരുന്നോ? അതിനുള്ള മറുപടിയാണ്. അതായത് ഹൃദയം സ്വയം തെറ്റിച്ച് കളഞ്ഞവരെയാണ് അള്ളാഹു എന്ത് ചെയ്യുക? തെറ്റിച്ച് കളയുക. ഒന്ന് ആലോചിച്ച് നോക്ക്. അബൂ താലിബിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അബൂ താലിബിന് ഹക്ക് ബോധ്യപ്പെട്ടു, അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത് സത്യമാണെന്ന്. അത് നബിയോട് പറയുകയും ചെയ്തു. എന്നിട്ട് സ്വയം എന്ത് ചെയ്തു? ഹൃദയത്തെ എങ്ങോട്ട് കൊണ്ടുപോയി? ഷിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോയി അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ഹൃദയം സ്വയം തെറ്റിച്ച് കളഞ്ഞവരെയാണ് അള്ളാഹു എന്ത് ചെയ്യുക? തെറ്റിക്കുക. അപ്പം നോക്കൂ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിക്കുകയാണ്, ലിമ തുഅ്ദൂനനി, എന്നെ എന്തിനാണ് ഉപദ്രവിക്കണം? അപ്പോൾ ഈ ഉപദ്രവം എന്തായിരുന്നു? മൂസാ നബി ഓരോ വഹിയുമായിട്ട് വരുമ്പോൾ ഇവർ പരിഹസിക്കും, ആക്ഷേപിക്കും, ധിക്കരിക്കും. ഇതേപോലെ നബിയോട് ചോദിക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? ഇത് യഹൂദികൾക്കുള്ള ഒരു മറുപടിയാണ്. യഹൂദികൾക്കുള്ള മറുപടിയോടൊപ്പം വിശ്വാസികൾ എന്ത് ചെയ്യണം? ഈ വിഷയം ഗൗരവത്തിൽ കാണണം. കാരണം എന്താണ്? വമൻ യതബദ്ദലിൽ കുഫ്ര ബിൽ ഈമാൻ, ആരാണോ വിശ്വാസത്തിന് പകരം, സത്യവിശ്വാസത്തിന് പകരം സത്യനിഷേധം പകരം കൊണ്ടുവന്നവൻ, അവൻ നേരായ മാർഗത്തിൽ നിന്ന് എന്ത് ചെയ്യും? വഴിപിഴച്ചു പോവും, അല്ലെങ്കിൽ വഴിപിഴച്ചു പോയി. അപ്പം നോക്കൂ, വിശ്വാസികൾ അള്ളാഹിൻ്റെ റസൂൽ കൊണ്ടുവന്നൊരു കാര്യത്തെപ്പറ്റി എന്ത് ചെയ്യാൻ പാടില്ല? ചോദ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചോദ്യം ചെയ്തവരൊക്കെ ഉണ്ട് ചരിത്രത്തിൽ. അങ്ങനെ ചോദ്യം ചെയ്തവർ ചരിത്രത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിൽ നടന്ന യുദ്ധത്തിന്, ആ യുദ്ധത്തിൻ്റെ ഗനീമത്ത് സ്വത്ത് ശേഖരിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു വെച്ചു. അപ്പോൾ യമനിൽ ആരാണുള്ളത്? ഖാലിദ് ബിൻ വലീദും സംഘാണ്. അവിടെ പോയി അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഗനീമത്ത് സ്വത്ത് 1/5 എന്താണ്? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്കൊക്കെ ഉള്ളതാണ് 1/5. ആ 1/5 ഹുമുസ് അത് വാങ്ങാൻ പറഞ്ഞു. ബാക്കി 4 ഭാഗം ആർക്കാണ്? യുദ്ധത്തിൽ കുതിരകളുമായി വന്ന, ഒട്ടകങ്ങളുമായി വന്ന
ആയുധങ്ങളുമായി വന്നവർക്ക് എന്ത് ചെയ്യും? വീതിച്ചു കൊടുക്കും. അതിൻ്റെ 5-1 ആരെടുക്കും? അള്ളാൻ്റെ മാർഗത്തിൽ, റസൂലിൻ്റെ മാർഗത്തിൽ, റസൂൽ ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് ഈ സ്വത്തിങ്ങനെ വീതം വെക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, അത് കുറച്ച് ആളുകൾ പറഞ്ഞു അത് ഇന്ന ആളുകൾക്കാണ് കൂടുതൽ അർഹതപ്പെട്ടത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എനിക്ക് വഹി ഇറങ്ങുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലേ എന്നൊക്കെ റസൂൽ പറഞ്ഞു. അതായത് ഞാൻ കറക്റ്റായിട്ടാണ് വീതിച്ചിട്ടുള്ളത്, ഓരോരുത്തർക്കും അവകാശപ്പെട്ട ഹക്ക് അത് കറക്റ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീതം വെക്കുന്നത് പോലും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വഹീൻ്റെ അടിസ്ഥാനത്തിൽ. കാരണം ദീനിൻ്റെ വിഷയമാണ്. റസൂൽ ചോദിച്ചു, നിങ്ങൾക്കറിയില്ലേ എനിക്ക് ആകാശത്ത് നിന്ന് വഹി ഇറങ്ങുന്നുണ്ടെന്ന്? അപ്പോൾ ഒരാൾ എഴുന്നേറ്റിട്ട് നബിയുടെ നേരെ പറഞ്ഞു, ഇത്തഖുല്ലാ. നബിയോട് പറയാം, നബിയെ നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു. നാലിച്ചു നോക്ക്, ഏറ്റവും നീതിമാനായ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് അവർ പറഞ്ഞത് ഇത്തഖുല്ലാ, അള്ളാഹിനെ സൂക്ഷിച്ചോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേറ്റത്തെ ധിക്കാരത്തിൻ്റെ വാക്കാണ്. അപ്പോൾ ഖാലിദ് ബിൻ വലീദ് പറഞ്ഞെന്നറിയോ, നബിയെ ഞാൻ അവൻ്റെ തലയങ്ങെടുക്കട്ടെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, അവൻ 5 നേരം നമസ്കരിക്കുന്നവനാണെങ്കിലോ. അപ്പം നിസ്കരിക്കുന്നവൻ്റെ നേരെ എന്ത് ചെയ്യാൻ പാടില്ല? യുദ്ധം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഖാലിദ് ബിൻ വലീദ് പറഞ്ഞൊരു വാചകമുണ്ട്, എത്ര നമസ്കാരക്കാർ, തൊണ്ടയിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങാത്ത എത്ര നമസ്കാരക്കാരുണ്ട് നബിയെ. അപ്പം നബിയുടെ അടുത്ത മറുപടി, അവൻ്റെ ഹൃദയം തുറന്നു നോക്കാൻ നമുക്കധികാരമില്ല ഖാലിദ്, അവൻ്റെ മനസ്സ് തുറന്നു നോക്കാൻ നമുക്കധികാരമില്ല. ആ മനുഷ്യൻ പിന്തിരിഞ്ഞു പോയി എന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവൻ്റെ വരും തലമുറ ഈ ദീനിൽ നിന്ന് എങ്ങനെ വഴിപിഴച്ചു പോകും? ഒരു ഇരയുടെ അമ്പെയ്യുമ്പോൾ ഇരയുടെ ശരീരത്ത് അമ്പ് തുളച്ച് കയറി അത് പുറത്തു പോകുന്നത് പോലെ അവൻ്റെ തലമുറയിൽ നിന്നൊരു വിഭാഗം എന്തു ചെയ്യും? ഈ ദീനിൽ പ്രവേശിച്ചിട്ട് ദീനിൽ നിന്ന് എന്തു ചെയ്യും? യംറുഖൂൻ, തെറിച്ചു പോകുന്ന. ആലോചിച്ച് നോക്കണം. അപ്പം ചില ആളുകൾ ഭയങ്കര എക്സ്ട്രീമായിട്ടുള്ള തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞാണത്. ദീനിൻ്റെ വിഷയത്തിൽ ആ മനുഷ്യനെ പറ്റി ഒരു അടയാളം കൂടി പറഞ്ഞു റസൂല്. അത് വളരെ എന്താ പറയുക, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന അടയാളം. ആ എഴുന്നേറ്റ് അള്ളാൻ റസൂലിൻ്റെ മുഖത്ത് നോക്കി ഇത്തഖുല്ലാ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ നെറ്റിത്തടം വിശാലമാണ്, നെഞ്ചുവരെ താടിരോമമുണ്ട്, കണ്ണുകൾ കുഴിഞ്ഞ, അതേപോലെ തന്നെ മൊട്ടയടിച്ച, കണങ്കാല് വരെ എത്തി നിൽക്കുന്ന വസ്ത്രമുള്ള ഒരു മനുഷ്യനാണ് അള്ളാൻ്റെ റസൂലിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് ഇത്തഖുല്ലാ എന്ന്. അപ്പം ഇസ്ലാമിൻ്റെ ഒരു അലാമത്തും ഇല്ലാത്തൊരു ജൂതനല്ല, പിന്നെയോ എല്ലാ ഇസ്ലാമിൻ്റെ അലാമത്തുമുള്ള, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച് നീണ്ട താടി വെച്ച, നല്ല നെറ്റിത്തടം വിശാലമായ, മൊട്ടയടിച്ചൊരു മനുഷ്യൻ. നമ്മളെന്താ അയാളെ പറ്റി പറയാ? നമ്മളെന്താ പറയുക? പക്കാ സലഫിയല്ലേ എന്ന് നമ്മൾ പറയും. നമ്മളങ്ങനെ പറയാ, എല്ലാ അലാമത്തും ഉണ്ട്. പക്ഷേ തീവ്ര ശൈലി സ്വീകരിച്ച ആ മനുഷ്യനെ പറ്റി റസൂൽ പറയാണ്, അവൻ്റെ തലമുറ, അവനിൽ നിന്ന് ഇനി വരുന്നൊരു സമൂഹമുണ്ട്, അവർ ദീനിൽ നിന്ന് എന്തു ചെയ്യും? ഒരു ഇരയുടെ ശരീരത്ത് അമ്പ് തറച്ച് പുറത്തു പോണത് പോലെ ദീനിൽ നിന്ന് അവർ പുറത്തു പോകുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഈ ആയത്ത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നൊരു വിഷയത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. കാരണം ആകാശത്ത് നിന്ന് അല്ലാഹുവിൻ്റെ റസൂലിന് എന്ത് ഇറങ്ങുന്നുണ്ട്? വഹി ഇറങ്ങുന്നുണ്ട്. പ്രവാചകനോടൊത്തൊരു തീരുമാനവും പ്രവാചകൻ്റെ സ്വന്തം തീരുമാനമല്ല. ഇതൊക്കെ നമ്മൾ അടിയുറച്ച് മുഹമ്മദ് റസൂലുള്ള പഠിക്കുമ്പോൾ ഇത് നമ്മൾ പഠിക്കണം. നമ്മൾ പറയാം, വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. ഇത് മുഹമ്മദ് റസൂലുള്ളയുടെ ഭാഗമാണ്. നമ്മൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂൽ ദീനിൻ്റെ പേരിൽ സ്വന്തമായിട്ടൊന്ന് പറയുന്ന നബിയല്ല. അതുകൊണ്ട് പ്രവാചകൻ കൊണ്ടുവന്നതെല്ലാം ഞാൻ സത്യപ്പെടുത്തും, ഞാൻ പ്രവാചകൻ വിലക്കിയതൊക്കെ ഒഴിവാക്കും, പ്രവാചകൻ കൽപ്പിച്ച് ഞാൻ സ്വീകരിക്കും. ഇതാണ് മുഹമ്മദ് റസൂലുള്ളയുടെ ആശയം. അപ്പോൾ റസൂലിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് എന്തില്ല? അവകാശമില്ല. അങ്ങനെ ഒന്ന് ചോദ്യം ചെയ്താലോ നമ്മൾ ആരായി മാറും? കാഫിറായി തീരും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമൻ യതബദ്ദലിൽ കുഫ്ര ബിൽ ഈമാനി ഫഖദ് ളല്ല സവാഅസ് സബീൽ എന്ന് പറഞ്ഞത്. ഇനി നോക്കൂ, ഇതിൽ ചില ആളുകളുടെ പേര് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ചില ആളുകളുടെ പേര് വരെ എന്ത് ചെയ്തു? എടുത്തു പറഞ്ഞു. ഇന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുമായിരുന്നു? അവർ പ്രത്യേകം കച്ച കെട്ടി ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ അടുക്ക് ചെന്നിട്ട് അവരെന്ത് ചെയ്യും? അവർ പറയും,
ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയാം. അവരുടെ പേര് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പ്രത്യേകം എന്ത് ചെയ്യുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്. ചില ആളുകൾ അതിൽപ്പെട്ട യഹൂദികൾപ്പെട്ട ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്ക് വന്നിട്ട് നബിയോട് പല ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നബിയെ എന്തു ചെയ്യും, അവർ ബുദ്ധിമുട്ടിക്കും. അങ്ങനെ എന്തു ചെയ്യും, സഹാബത്തിൻ്റെ ഇടയിൽ അവർ തശ്വീഷ് ഉണ്ടാക്കും. അങ്ങനെ കുറച്ച് ആളുകൾ യഹൂദികളിൽ പ്രത്യേകമുണ്ടായിരുന്നു എന്നാണ്. പ്രത്യേകമായി ചില ആളുകളുണ്ടായിരുന്നു. അവരുടെ പണി തന്നെ സഹാബത്തിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യുക, ഇത് പറയലാണ്. നമുക്കിന്ന് കുറേ യുക്തിവാദികളെ കാണാൻ പറ്റും. യൂട്യൂബ് ചാനലൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അവരുടെ പ്രധാന പണി എന്താണ്, യഹൂദികളെടുത്ത പണിയാണ്. യഹൂദികളുടെ പണിയാണ് അവരുടേത്. ആ പണിയാണ് യഹൂദികൾ അന്ന് ചെയ്തത്, അതിന്നും അവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വിശ്വാസികൾ എന്ന നിലക്ക് അടിസ്ഥാനപരമായിട്ട് ഈ ആയത്തൊക്കെ നമ്മൾ പഠിച്ചു വെച്ചാൽ ഏത് യുക്തിവാദി നമ്മുടെ മുന്നിൽ വന്നാലും നമ്മുടെ ഈമാൻ എന്ത് ചെയ്യൂല, തകർന്നു പോവില്ല. അതല്ലെങ്കിൽ എന്തു ചെയ്യും, ഒരു ബൈനഹുമായിൽ നിൽക്കണ മനുഷ്യനാണെങ്കിൽ അവൻ ഏത് സൈഡിലേക്ക് പോവും? ബൈനഹുമ എന്ന് പറഞ്ഞാൽ എന്താ, വിശ്വാസത്തിൻ്റെ അവിശ്വാസത്തിൻ്റെയും ഈ ഇടയിൽ നിൽക്കണവൻ, അവൻ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചായും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ എന്ത് ചെയ്യണം, ഈ വിഷയം കാണണം. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബ്. വദ്ദ യവദ്ദു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു വദ്ദ യവദ്ദു വുദ്ദൻ. വദ്ദ എന്ന് പറഞ്ഞാൽ എന്താ, മോഹിച്ചു, ആഗ്രഹിച്ചു എന്നൊക്കെയാണ്. ചില സന്ദർഭത്തിൽ ഇതിന് സ്നേഹിച്ചു എന്നും അർത്ഥം വരും. ഇവിടെ വദ്ദ എന്ന് പറഞ്ഞാൽ അവർ മോഹിച്ചു എന്നാണ്. അവരെന്ത് ചെയ്തു, മോഹിച്ചു. കസീറുൻ, ധാരാളം ആളുകൾ. മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലിൽ കിതാബിൽപ്പെട്ട ധാരാളം ആളുകൾ മോഹിച്ചു. എന്താ മോഹിച്ചത്? ലൗ യറുദ്ദൂനക്കും, നിങ്ങളെ റദ്ദ യറുദ്ദു. റദ്ദ വദ്ദയുടെ അതേ ഫോമിലാണ് റദ്ദ ഉള്ളത്. ലൗ യറുദ്ദൂനക്കും, നിങ്ങളെ അവർ മടക്കിക്കൊണ്ടുപോകുക, തിരിച്ചു കൊണ്ടുപോയിരുന്നെങ്കിൽ എന്നവരെന്ത് ചെയ്തു, മോഹിച്ചു. മിൻ ബഅദി ഈമാനിക്കും, നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം നിങ്ങളെ അവർ തിരിച്ചു കൊണ്ടുപോയിരുന്നെങ്കിൽ. എങ്ങോട്ട്? കുഫാറൻ, സത്യനിഷേധിയായിക്കൊണ്ട്. അപ്പം സത്യനിഷേധിയായിക്കൊണ്ട് നിങ്ങളെ ഈമാനിൽ നിന്ന് വഴിതെറ്റിച്ച് തിരിച്ചു കൊണ്ടുപോയിരുന്നെങ്കിൽ എന്നവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ മോഹിക്കുന്നുണ്ട്. ആരെ? സത്യവിശ്വാസികളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച വലിയൊരു സമൂഹം വരുന്ന സഹാബത്തിനെ തിരിച്ചു പഴയ കുഫ്രിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവരാഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഈ വിശ്വസിച്ചവരോട് എന്തുണ്ട്, അവർക്ക് എന്തുണ്ട്? അസൂയയുണ്ട്. അതാണ് അടുത്ത വാചകത്തിൽ പറഞ്ഞത്, ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, അവരുടെ മനസ്സുകളിലുള്ള അസൂയ കാരണം. മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്, സത്യം അവർക്ക് വ്യക്തമായതിനു ശേഷം. ഇത് നബിയാണെന്നവർക്ക് വ്യക്തമാണ്, ഇത് പ്രവാചകനാണ്, വിശുദ്ധ ഖുർആൻ വേദഗ്രന്ഥമാണെന്നവർക്ക് വ്യക്തമായതിനു ശേഷം അവരുടെ അസൂയ നിമിത്തം, അവരുടെ മനസ്സിലുള്ള അസൂയ നിമിത്തം നബിയിൽ വിശ്വസിച്ച വിശ്വാസികളെ വീണ്ടും വഴിതെറ്റിച്ച് കുഫ്റിലേക്ക് കൊണ്ടുപോകണമെന്ന് അവരെന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു. അവിടെ തബയ്യന എന്ന വേർഡുണ്ട്. എന്താണ് തബയ്യന? അപ്പോൾ ഇവിടെ ഹക്ക് അവർക്ക് വ്യക്തമാകാഞ്ഞിട്ടല്ല, അതവർക്ക് വ്യക്തമായതിനു ശേഷം അവരെന്ത് ചെയ്തു, അവരുടെ അസൂയ നിമിത്തം വിശ്വാസികളോട് അവർക്ക് എന്തുണ്ടായി, ഇവരൊന്ന് വഴിതെറ്റിപ്പോയിരുന്നെങ്കിൽ എന്നവർ വിചാരിച്ചു, അവർ മോഹിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും വിശ്വാസികളായ നമ്മളോടും അല്ലാഹ് പറയാണ്, ഫഅഫു, അതുകൊണ്ട് നിങ്ങൾ അവരോട് എന്ത് ചെയ്യുക, ഫഅഫു. എന്താ അഫു? അഫു എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച. അവർക്ക് വിട്ടുവീഴ്ച ചെയ്യൂ. വസ്ഫഹു, ഒരേ അർത്ഥമാണ്, പക്ഷെ അതിന് രണ്ട് തലമുണ്ട്. സഫഹ എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. പക്ഷെ എന്തിനെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്തു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫർക്ക്, അതിൻ്റെ വ്യത്യാസം നമുക്ക് പറയണം. ആദ്യം പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സഫഹ എന്ന് പറഞ്ഞാൽ അതെന്താണ്, അത് തർക്കു തസ്രീബ്, ആക്ഷേപത്തെ തള്ളിക്കളയലാണ്.
അപ്പോൾ നമുക്കിതിലൊരു ആക്ഷേപം വന്നാൽ മൈൻഡ് ചെയ്യാതെ ഇരിക്കണമെങ്കിൽ അതിനൊരു ക്ഷമ വേണം. ദായിമാർക്ക്, പ്രബോധകന്മാർക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം എന്താ? ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടാവും. വിശ്വാസികളെ പറ്റി പറഞ്ഞ എന്താ? അവർ വലാ യഖാഫൂന ലൗമ തലായിം, ഒരാക്ഷേപൻ്റെ ആക്ഷേപവാക്ക് അവരെന്ത് ചെയ്യൂല, പരിഗണിക്കൂല എന്നാണ്, ഭയപ്പെടൂല എന്നാണ്. അപ്പോൾ ഇവരുടെ ആക്ഷേപത്തേക്ക് എന്ത് ചെയ്യുക? അവഗണിക്കണം. അതാണ് ഫസ്ഫഹു. ഇവിടെ വസ്ഫഹു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? അവരുടെ ആക്ഷേപങ്ങളെ അവഗണിച്ച് കളയുക, അതിൻ്റെ പിറകെ പോകണ്ട. അവർ ചെയ്ത തെറ്റിനോട് എന്ത് ചെയ്യുക? മാപ്പ് കൊടുക്കുക. ഏതുവരെ ഒരു ബൗണ്ടറി നിശ്ചയിച്ചിട്ടുണ്ട്. ഹത്ത എന്ന് പറഞ്ഞാൽ വരെ എന്ന് പറയാനാണ്. നമ്മൾ അൻറ്റിൽ എന്നൊക്കെ പറയൂലേ, അതുവരെ എന്നൊക്കെ പറയാൻ വേണ്ടി. അല്ലാഹു ബി അംരിഹി, അവൻ്റെ അമ്ര കൊണ്ടുവരുന്നത് വരെ. അത്താ യത്തി എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ്. അള്ളാഹു വന്നു എന്തുമായി? ബി അംരിഹി, അവൻ്റെ കൽപ്പനയുമായി വരുന്നതുവരെ. അതിനുശേഷം എന്ത് ചെയ്യണ്ട? ഇത്തരം ആളുകൾക്ക് കൊടുക്കണ്ട. അതായത് ഈ ആയത്തിനെ നെസ്ഖ് ചെയ്തു എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പരസ്യമായി സഹാബത്തിൻ്റെയും ജനങ്ങളുടെയും മുന്നിൽ വെച്ച് ആക്ഷേപങ്ങൾ ചൊരിഞ്ഞു. നബീനെയും സഹാബത്തിനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു. ഇത്തരം പരസ്യമായ തിന്മകൾ അവർ ചെയ്തു, ആക്ഷേപങ്ങൾ ഉന്നയിച്ചു വിട്ടു. അപ്പോൾ ഒരു ഇസ്ലാമിക ഭരണാധികാരിയുടെ അണ്ടറിലാണ് ഇതെങ്കിൽ എന്താ സംഭവിക്കുക? അവർ വെറുതെ വിടുമോ? വെറുതെ വിടൂല, ശിക്ഷിക്കും. എന്തുകൊണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അങ്ങനെ ഒരു മാതൃക ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ ഭരണാധികാരിയായി മാറി. ബദർ യുദ്ധത്തോടുകൂടി മുസ്ലിങ്ങൾക്ക് എന്ത് കിട്ടി? ആധിപത്യം കിട്ടി. ബദർ യുദ്ധം നടക്കുന്നത് വരെ നബിയുടെ കൂട്ടത്തിൽ ആരൊക്കെ സഖ്യകക്ഷിയായിട്ടുണ്ട്? മദീനയിലെ സാധാരണക്കാരായ ആളുകളുണ്ട്, യഹൂദികളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്. ഇവരൊക്കെ സഖ്യകക്ഷികളാണ്. ബദർ യുദ്ധത്തോടുകൂടി എന്ത് ചെയ്തു? അത് നിന്നു. കാരണം ബദർ യുദ്ധത്തിൽ ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും എതിരായി. ബദർ യുദ്ധത്തിലാകട്ടെ വിശ്വാസികൾക്ക് എന്തു കിട്ടി? വിജയം ലഭിച്ചു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ബുഖാരി തൻ്റെ സുഹീൽ ബുഖാരിൽ ഒരു ഹദീസ് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നബിയെ ലതസ്മഉന്ന, നബിയെ താങ്കൾ കേൾക്കുക തന്നെ ചെയ്യും, മിൻ അഹ്ലിൽ കിതാബ്, വേദം നൽകപ്പെട്ടവരിൽ നിന്ന്, മുശ്രിക്കീങ്ങളിൽ നിന്ന്, അദൻ കസീറ, ധാരാളം കുത്തുവാക്കുകൾ കേൾക്കും നബിയെ, ഉറപ്പാണ്, അതുണ്ടാവും. ഈ രണ്ടായത്തും വദ്ദ കസീറയും സൂറത്ത് ആലി ഇമ്രാനിലെ ഈ രണ്ടായത്തും കൂടി യോജിപ്പിച്ചിട്ടാണ് ആ ഹദീസി പറയുന്നത്, അള്ളാൻ്റെ അമ്രു വരുന്നതുവരെ അവരോട് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത് അവരെ മാറ്റി നിർത്തിക്കോ, സൈഡാക്കിക്കോ. പക്ഷേ അള്ളാൻ്റെ അമ്രു വന്നു കഴിഞ്ഞാൽ പിന്നതില്ല. അതുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഈ ആയത്തിനെ പിന്നീട് വരുന്ന ആയത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നെസ്ഖ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെ ആയത്തുകളാണ്? തൊട്ടടുത്ത ആയത്തുകളല്ല നെസ്ഖ് ചെയ്യുന്നത്. പിന്നെയോ അതിന് അദ്ദേഹം ഉപോത്ബലകമായിട്ട് പറയുന്ന ചില ആയത്തുകളുണ്ട്. എന്താണ് ആയത്ത്? ഫഖ്തുലുൽ മുശ്രിക്കീന ഹൈസു വജദ്തുമൂഹും, ഇങ്ങനെ ശത്രുത കാണിക്കുന്ന സത്യനിഷേധികളായ ആളുകളെ നിങ്ങൾക്ക് കൊന്നുകളയാം. ഖാതിലുൽ ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതെ നബിയോടും സഹാബത്തിനോടും അള്ളാഹുവിനോടും യുദ്ധം പ്രഖ്യാപിച്ചവരോട് യുദ്ധം ചെയ്യാം. ഈ ആയത്തുകളൊക്കെ അവതരിച്ചതോടുകൂടി ഈ ആയത്തിൽ പറഞ്ഞ ആശയം എന്തായി? നെസ്ഖ് ചെയ്തു എന്നാണ്. നെസ്ഖ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്തവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അള്ളാഹു ഒരു ആയത്തും ഒരു ഹുക്കുമും അവതരിപ്പിക്കും. പിന്നീട് അതേ ആയത്തിലെ ഹുക്കുമിനെയും ആയത്തിനെയും ചിലപ്പോൾ അടുത്ത വേറൊരു ആയത്തുകൊണ്ടും ഹുക്കുമ കൊണ്ടും എന്തു ചെയ്യും? അതിനെ ദുർബലപ്പെടുത്തും. അപ്പോൾ ഈ ആയത്തിൽ നബിയുടെ അടുക്കുണ്ടായിരുന്ന ജൂതന്മാർക്ക് ആദ്യം അവർ ഒഴിവാക്കിക്കോളാൻ പറഞ്ഞു. അവരെ മൈൻഡ് ചെയ്യണ്ട, അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നീട് ബദർ യുദ്ധം നടന്ന് വിജയം ലഭിച്ച ഉടനെ എന്ത് ചെയ്തു? പിന്നെ ഈ ഇളവ് അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പ്രവാചകനെയൊക്കെ അവർ പേടിച്ചു എന്നാണ് യഹൂദികൾ. പിന്നെ അവർ ഒറ്റ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അവർക്ക് പേടിയുണ്ടായിരുന്നു. കാരണം കൊല ചെയ്യപ്പെടുമോ, അവർ യുദ്ധം ചെയ്യപ്പെടുമോ എന്നവർക്ക് പേടിയുണ്ടായിരുന്നു. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. അപ്പോൾ സത്യനിഷേധികൾ ഇങ്ങനെ പലതും ചെയ്യും. വിശ്വാസികൾ എന്തു ചെയ്യണം? അതാണ് അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത്, വഅഖീമുസ്സലാത വആതുസ്സകാ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. നമുക്കുണ്ടാകുന്ന ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കൊക്കെ നമുക്ക് സമാധാനം ലഭിക്കാനുള്ള ഒരു മാർഗം എന്താണ്? ഇഖാമത്തിസ്സലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനോട് സഹായം തേടാൻ പറഞ്ഞ രണ്ട് മാർഗത്തിലാണ്. വസ്തഈനു
ബിസ്സബ്രി വസ്സലാ. ക്ഷമയും നമസ്കാരവും കൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് എന്ത് ചെയ്യണം? സഹായം തേടണം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അപ്പം നമുക്ക് ക്ഷമയുണ്ടാകണം, നമസ്കാരം ഉണ്ടാകണം. അപ്പം ആദ്യം പറയാണ് അഖീമുസ്സലാ. അഖാമ യുഖീമു ഇഖാമത്തൻ. അഖാമ യുഖീമു ഇഖാമത്തൻ. നിസ്കാരം നിലനിർത്തൂ എന്നാണ് അഖാമയുടെ അർത്ഥം. നിസ്കരിക്കൂ എന്ന് ഖുർആനിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. നമസ്കരിക്കൂ എന്ന് ഒരിടത്തും ഇല്ല. സൊല്ലൂ എന്ന ഹദീസിലുണ്ട്, പക്ഷെ ഖുർആനിൽ ഒരിടത്തും നിസ്കരിക്കുന്നില്ല. പിന്നെയോ നിസ്കാരം നിലനിർത്തണം. അപ്പം എപ്പോഴും എന്ത് ചെയ്യണം? നിസ്കരിക്കണം. വല്ലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റൂല? നിസ്കരിക്കാൻ പറ്റൂല. പിന്നെ പറഞ്ഞെന്താണ്? നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക. നിസ്കാരം പറഞ്ഞെടുത്തൊക്കെ എന്തു പറഞ്ഞിട്ടുണ്ട്? 40ഓളം സ്ഥലങ്ങളിൽ സക്കാത്തിനെയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വമാ തുഖദ്ദിമു ലി അൻഫുസിക്കും, നിങ്ങൾ എന്ത് ചെയ്യണം? വമാ തുഖദ്ദിമു ഖദ്ദമ യുഖദ്ദിമു തഖ്ദീം, നിങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കണം. ലി അൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തത്തിന് വേണ്ടി നിങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയത് അതെന്താണ്? മിൻ ഖൈർ, ഏത് നന്മ. അവിടെ അൽ ഖൈർ എന്ന് പറഞ്ഞില്ല. അൽ ഖൈർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഏതെങ്കിലും ഒരു പ്രത്യേക നന്മയാണ്. പിന്നെ എന്താ പറഞ്ഞത്? മിൻ ഖൈർ, ഏത് നന്മയും. നിങ്ങൾ ഏത് നന്മയും നിങ്ങളുടെ നഫ്സിന് വേണ്ടി നിങ്ങൾ മുൻകൂട്ടി നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? തജിദൂഹു ഇൻദല്ലാഹ്, നിങ്ങളത് അള്ളാഹിൻ്റെ അടുക്കൽ എന്ത് ചെയ്യും? നിങ്ങൾ കണ്ടെത്തും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഒരാളുടെ ഈ നന്മ എന്താക്കൂല? പാഴാക്കി കളയൂല. അപ്പോൾ അവിടെ എന്തു പറഞ്ഞു? തജിദൂഹു. തജിദൂഹു അതിൻ്റെ വേഡ് വജദ എന്നാണ്. വജദ. വജദ എന്ന് പറഞ്ഞാൽ കണ്ടെത്തി. യജിദു, യജിദു മൗജൂദ്. നമ്മളെന്താ പറയുക? മൗജൂദ്. മൗജൂദ്. മൗജൂദിൻ്റെ അർത്ഥം എന്താ? ഉണ്ട്. ഉണ്ട് എന്നർത്ഥമാണ്. അപ്പോൾ കണ്ടെത്തി, കണ്ടു എന്ന വജദ യജിദുവിൽ നിന്നാണ് തജിദൂഹു, നിങ്ങൾ കണ്ടെത്തും അതിനെ. ഇൻദല്ലാഹ്, അള്ളാഹിൻ്റെ അടുക്കൽ. ഇപ്പം ഇവിടെ വെച്ച് ഏത് നന്മ ചെയ്തിട്ടുണ്ടോ അത് നാളെ പരലോകത്ത് എന്ത് ചെയ്യും? നമ്മൾ കാണും. എന്ത് നന്മയായിക്കോട്ടെ. അതുകൊണ്ടാണ് മിൻ ഖൈർ. അവിടെ മിൻ ഖൈർ, മിൻ എന്ന് പറഞ്ഞാൽ തമ്മീസിൻ്റെ മിന്നെന്നാണ്. അതായത് എന്തെല്ലാം അതിലുണ്ടോ ഖൈറായിട്ട് അതൊക്കെ അതിൽ ഉൾപ്പെടും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, തീർച്ചയായും അല്ലാഹു ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ ബസീർ, കണ്ടറിയുന്നവനാണ്. അപ്പം മലക്കുകൾ എഴുതാൻ വിട്ടുപോയാലും അള്ളാഹിൻ്റെ കാഴ്ചയിൽ നിന്ന് എന്ത് ചെയ്യൂല? അത് പോകൂല. അതുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹു കാണണമെന്ന് ഉദ്ദേശിച്ച് എന്ത് ചെയ്യണം? ചെയ്യണം. കാരണം നമ്മൾ ഏതൊരു നന്മ, നമ്മുടെ മനസ്സുകൊണ്ടൊരു നന്മയുണ്ട്, മലക്കുകൾക്ക് എഴുതി രേഖപ്പെടുത്താൻ പറ്റുമോ? പറ്റൂല. നമ്മുടെ മനസ്സുകൾ എത്രത്തോളം ആത്മാർത്ഥതയിലാണ് ആ നന്മ ചെയ്യുന്നതെന്ന് മലക്കുകൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റൂല? എഴുതി രേഖപ്പെടുത്താൻ പറ്റൂല. നമ്മൾ എത്രത്തോളം നിഫാക്കോടുകൂടിയാണ് അമൽ ചെയ്തതെന്നും മലക്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? രേഖപ്പെടുത്താൻ പറ്റില്ല. മലക്കൽ ഡ്യൂട്ടി എന്താ? മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നമ്മൾ ചെയ്യുന്ന വാക്ക്, പറയുന്ന വാക്കും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുമാണ് അവരെന്ത് ചെയ്യുക? യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവരറിയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന വാക്കുകൾ അവർ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയത്തിലേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കടന്നു ചെല്ലാൻ കഴിയില്ല. അപ്പം നമ്മുടെ അമലുകളെ ഏറ്റവും നന്നായി കണ്ടറിയുന്നവനാരാണ്? അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച ഏതൊരു നന്മയുണ്ടോ അത് തജിദൂഹു ഇൻദല്ലാഹ്, നിങ്ങൾ അള്ളാഹിൻ്റെ അടുക്കൽ എന്ത് ചെയ്യും? കണ്ടുമുട്ടും. ഇനി അടുത്ത ആയത്ത് നോക്കൂ. വഖാലൂ, അവർ പറഞ്ഞു. ആര്? ജൂതന്മാർ. ലൻ യദ്ഖുലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയേയില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ലൻ എന്നത് ഒരു മുളാരിയായ പ്രസന്റ് ടെൻസിലുള്ള ഒരു വെർബിൻ്റെ കൂട്ടത്തിൽ ലെൻ വന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അവിടെ ഒരു പോസിബിലിറ്റി ഇല്ല എന്നാണ്. ഇല്ല എന്നല്ല, ഒരിക്കലും ഉണ്ടാവുകയില്ല. ലെൻ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ ഉപയോഗിക്കണതാണ്. അത് ഏതിൻ്റെ കൂട്ടത്തിലേ വരുള്ളൂ? ഒരു വെർബിൻ്റെ കൂട്ടത്തിലേ വരുള്ളൂ. ആ വെർബാകട്ടെ ഏത് വെർബാകണം?
പാസ്റ്റ് ടെൻസ് ആവില്ല, പിന്നെയോ പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ലെൻ വന്നാൽ പിന്നെ എന്ത് സംഭവിക്കും? ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ്. ഇപ്പം യഹൂദികൾ പറയുകയാണ് ലൻ യദ്ഖുലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല, ഇല്ല അല്ലാതെ, മൻ കാന ആയിരുന്നവർ, ഹൂദൻ യഹൂദികളായിട്ടുള്ളവരല്ലാതെ, ഔ നസാറ ക്രിസ്ത്യാനികളായിട്ടുള്ളവരല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല. ഇത് ശരിക്കും അറബികളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ ഡയലോഗാണ്. അറബികളുടെ കയ്യിൽ വേദഗ്രന്ഥം ഉണ്ടായിരുന്നോ മുമ്പ്? ഇല്ല. അവരറിവില്ലാത്തവരായിരുന്നു, അവരുടെ കയ്യിൽ വേദഗ്രന്ഥങ്ങളില്ല. അപ്പോൾ ജൂതന്മാരും നസാറാക്കളും മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ. കാരണം ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? വേദത്തിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് തിൽക അമാനിയുഹും, തിൽക അത്, അമാനിയുഹും അവരുടെ വ്യാമോഹമാണത്, അവരുടെ വ്യാമോഹം മാത്രമാണ്. ഖുൽ നബിയെ ഒന്ന് ചോദിക്കൂ, ഹാതൂ ബുർഹാനക്കും, ഹാതൂ ബുർഹാനക്കും, നിങ്ങളുടെ തെളിവ് കൊണ്ടുപോവാ. നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യത്തിന് നിങ്ങളുടെ തൗറാത്തിൽ നിന്ന് ഇഞ്ചിലിൽ നിന്നൊക്കെ ഒരു തെളിവ് കൊണ്ടുപോവാ. നിങ്ങളുടെ ഈ വേദം ഉണ്ടല്ലോ, അതിൻ്റെ ബുർഹാൻ കാണിക്കൂ. ഹാത്ത് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരൂ എന്നാണ്. ഹാത്തൂ നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ്, നിങ്ങൾ കൊണ്ടുവരൂ. അപ്പോൾ ജൂതന്മാരെ മൊത്തത്തിൽ പറയുക നിങ്ങൾ കൊണ്ടുവരൂ. രസം എന്താണെന്ന് വെച്ചാൽ ജൂതന്മാർ പറയുകയാണ് ഞങ്ങളും ക്രിസ്ത്യാനികളും എന്ത് ചെയ്യുള്ളൂ? സ്വർഗത്തിൽ പോകുള്ളൂ. പക്ഷേ ക്രിസ്ത്യാനികളുടെ ഇവരുടെയും തമ്മിൽ തന്നെ എന്താ? യഹൂദികളോട് ക്രിസ്ത്യാനികളെ പറ്റി പറഞ്ഞാൽ ക്രിസ്ത്യാനികളൊന്നുമല്ല നമ്മളാന്ന് പറയും. ക്രിസ്ത്യാനികളുടെ യഹൂദികളെ പറ്റി ചോദിച്ചാൽ പറയും യഹൂദികളൊന്നുമല്ല നമ്മളാണെന്ന് പറയും. ഇത് അടുത്ത പേജിൽ ആയത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ, ഈ പറയണതൊക്കെ സത്യമാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പ്രമാണം എന്ത് ചെയ്യൂ? കൊണ്ടുവരും. അങ്ങനൊരു പ്രമാണം അവരുടെ കയ്യിൽ ഇല്ല, ബെഡായി അടിച്ചു വിടുകയാണ്. കേൾക്കുന്നവരെന്ത് വിചാരിക്കും? ഇവർ വേദം നൽകപ്പെട്ടവരാണല്ലോ, ഇവരുടെ വേദത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അത് പറയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റായ വാർത്ത ആധികാരികമായി ഒരാൾ പറയുകയാണെങ്കിൽ ഈ ശൈലി നമുക്ക് ഉപയോഗിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച, പ്രവാചകനോട് സ്വീകരിക്കാൻ പറഞ്ഞ ഈ ശൈലി എന്താണ്? ഒരാൾ ഒരു തെറ്റായ വാർത്ത കൊണ്ടുവന്നിട്ട് ആധികാരികമായിട്ട് അവതരിപ്പിക്കുകയാണ്, ഇത് ഇന്നതാണ്, ഇതിങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പറയാം ഹാത്തു ബുർഹാനക്കും, കൊണ്ടുവാ, തെളിവ് കൊണ്ടുവാ. അപ്പോൾ എന്തിനും എന്ത് വേണം? തെളിവ് വേണം. വെറുതെ ഒരു വാക്ക് പറയാൻ പറ്റില്ല. ആ വാക്കിന് എന്തുണ്ടാകണം? പ്രൂഫ് ഉണ്ടാകണം, തെളിവുണ്ടാകണം. അത് ഖുർആൻ്റെ ഒരു ശൈലിയാണ്. ഏത് പറയുമ്പോഴും എന്ത് കൊണ്ടുവരും? തെളിവിനെ കൊണ്ടുവരും. നോക്കൂ, അവസാനത്തെ ആയത്ത് നോക്കൂ. ബല, ഒരു കാര്യത്തെ തിരുത്തുകയാണ്. അങ്ങനെയല്ല, യഹൂദികളും ക്രിസ്ത്യാനികളും മാത്രമല്ല സ്വർഗത്തിൽ പോകുന്നത്, അങ്ങനെയല്ല. ഒരു കാര്യം പറഞ്ഞിട്ട് ബല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്ന് അവരുടെ വാദത്തെ തിരുത്താൻ വേണ്ടി ഉപയോഗിക്കാൻ. മൻ അസ്ലമ, ആരാണോ അസ്ലമ. എന്താ അസ്ലമ എന്ന് പറഞ്ഞാൽ? മുസ്ലിമാവുക. മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ അഖ്ലസ. എന്താണ് അഖ്ലസ? മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അവിടെ അസ്ലമ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അഖ്ലസ, ഇഖ്ലാസുള്ളവരാവുക. എങ്ങനെ ഇഖ്ലാസുള്ളവരാകണം? വജ്ഹഹു ലില്ലാഹ്. വജ്ഹ് എന്ന് പറഞ്ഞാൽ എന്താ? വജ്ഹ്, മുഖം. വജ്ഹഹു, അവൻ്റെ മുഖത്തെ അള്ളാഹുവിന് മാത്രം കീഴ്പ്പെടുത്തിയവനാകണം. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹനെ മാത്രം അവൻ എന്ത് ചെയ്യണം? മൻ അഖ്ലസൽ അമല ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു, അള്ളാഹു ഏകനാണെന്നും അവന് യാതൊരു പങ്കുകാരില്ലെന്നും അവൻ മാത്രമാണ് ഇലാഹെന്ന് പറഞ്ഞ് അമല് ചെയ്തവൻ, അതാണ് മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്. അപ്പോൾ മുസ്ലിമായവൻ, അള്ളാഹുവിന് കീഴ്പ്പെട്ടവൻ, അള്ളാഹു അല്ലാത്തൊരു ഇലാഹില്ലെന്ന് പ്രഖ്യാപിക്കുകയും വഹുവ മുഹ്സിൻ, എന്നിട്ട് നന്മ ചെയ്യുന്നവൻ. അപ്പോൾ ആ നന്മ ഏതാ? വഹുവ മുഹ്സിൻ. അതിനെപ്പറ്റി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുകയാണ്, മുഹ്സിൻ എന്ന് പറഞ്ഞാൽ മുത്തബിഉൻ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന ലിൽ അമൽ. മുഹ്സിനാകണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അസ്ലമ മാത്രം പോരാ, പിന്നെയോ വഹുവ മുഹ്സിൻ. മുഹ്സിനാണെങ്കിൽ റസൂലിൻ്റെ സുന്നത്തിനെ അവൻ ഫോളോ ചെയ്യണം. അപ്പോൾ ഒരാൾ മുസ്ലിമായി, അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, എന്നിട്ട് വഹുവ മുഹ്സിൻ, അവൻ നന്മ ചെയ്യണം. ആ ഇഹ്സാൻ ഏതാണ്? നബിയെ ഫോളോ ചെയ്യലാണ്. അപ്പോൾ അള്ളാഹുൽ വിശ്വസിച്ചതിന് ശേഷം ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, പക്ഷേ എനിക്ക് അത് റസൂൽ പറഞ്ഞ ആ രീതി എനിക്കിഷ്ടമല്ല, ഞാൻ അതുപോലെ ചെയ്യൂല
നിസ്കാരത്തിന് എൻ്റേതായ രീതി, ഏത് അമലിനും എൻ്റേതായ രീതി, ഹജ്ജ് കർമ്മം ചെയ്യുമ്പോൾ എൻ്റേതായ രീതി, ഉംറ ചെയ്യുമ്പോൾ എൻ്റേതായ രീതി പറ്റുമോ? അത് ഇഹ്സാൻ അല്ല. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ ഒരു അമൽ കാണിച്ചിരുന്നത് ആ അമൽ ആ രൂപത്തിൽ ചെയ്യലാണ്. ആ രൂപത്തിൽ ചെയ്യുന്നുണ്ടെന്ന് റബ്ബ് എന്ത് ചെയ്യുന്നുണ്ട്? എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അതാണ് ഇഹ്സാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നബിയോട് ജിബ്രീൽ ഒന്ന് ചോദിച്ചില്ലേ, നബിയെ മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? അപ്പം നബി എന്താ പറഞ്ഞത്? അൻ തഅബുദല്ലാഹ്, നീ അല്ലാഹനെ ആരാധിക്കണം, കഅന്നക തറാഹു, നീ അല്ലാഹനെ കാണുന്നുണ്ട് എന്നതുപോലെ. ഫഇല്ലം തകുൻ തറാഹു, നീ അല്ലാഹനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാഖ്, അവൻ നിന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു അമല് ചെയ്യുമ്പോൾ ഞാൻ അല്ലാഹനെ കാണുന്നവനെ പോലെയാണ്, പക്ഷെ അല്ലാഹനെ ഞാൻ കാണുന്നില്ല, അല്ലാഹ് എന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യണ ഒരു അമല് അത് ആത്മാർത്ഥമാണോ? പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുള്ള അമലാണോ? പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലാണോ? അതാണ് വഹുവ മുഹ്സിൻ. അങ്ങനെയുള്ളവർക്ക് ഫലഹു, അവർക്ക് എന്തുണ്ട്? അജ്റുഹു ഇൻദ റബ്ബിഹി, അള്ളാൻ്റെ അടുക്കൽ എന്തുണ്ട്? അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട്, അജ്റുണ്ട്. അജ്റു മാത്രമല്ല, വല ഖൗഫുൻ അലൈഹിം, അവരുടെ മേൽ എന്തില്ല? ഖൗഫില്ല. വല യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടതുമില്ല. അതെന്താ ഈ ഖൗഫും ഹുസ്നും ഒരുമിച്ച് പറഞ്ഞത്? പണ്ഡിതന്മാർ പറഞ്ഞത്, കഴിഞ്ഞ ജീവിതത്തിലെ എന്തെങ്കിലും ചെറിയ വീഴ്ചകളെ ഓർത്ത് അവരെന്ത് ചെയ്യണ്ട? അവർ ദുഃഖിക്കേണ്ടതില്ല. വരാനിരിക്കുന്ന നരകശിക്ഷയെ തൊട്ട് അവരെന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ടതില്ല. അവർക്ക് അള്ളാൻ്റെ അടുക്കൽ സ്വർഗത്തിൽ എന്തുണ്ട്? അജുറുണ്ട്. എന്ന് പറഞ്ഞാൽ മുസ്ലിമായി പ്രവാചകന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിൽ എന്തുണ്ടാകണം? പ്രതീക്ഷയുണ്ടാകണം. എനിക്ക് നാളെ പരലോകത്ത് എന്ത് കിട്ടും? പ്രതിഫലം കിട്ടുമെന്ന ഉറച്ച പ്രതീക്ഷ ഉണ്ടാകണം. ചിലപ്പോൾ കിട്ടും, നാളെ സ്വർഗം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും. ആ വക ചിന്തയാണെങ്കിൽ നമ്മുടെ ഈമാൻ തന്നെ പോയി. നമ്മൾ ഇവിടെ അമല് ചെയ്തത് ബാത്തിലാകും. എനിക്കെൻ്റെ റബ്ബിൻ്റെ അടുക്കൽ എന്ത് കിട്ടും? പ്രതിഫലം കിട്ടുമെന്നുള്ള പ്രതീക്ഷ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു വിശ്വാസി, ഒരു മനുഷ്യനൊരു അടിമ അള്ളാഹിനെ പറ്റി എങ്ങനെയാണോ വിചാരിക്കുന്നത് അതുപോലെയാണ് അള്ളാഹു അവനോടെന്നാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൽ അങ്ങേയറ്റത്തെ പ്രതീക്ഷ വെക്കണമെന്നാണ്. ആ പ്രതീക്ഷക്കൊത്ത് അള്ളാഹ് എന്ത് ചെയ്യും? നമ്മളോട് ആ രൂപത്തിൽ ആകുമെന്നാണ്. അപ്പോൾ റബ്ബ് എനിക്ക് പ്രതിഫലം തരും, കാരണം ഞാൻ അമല് ചെയ്യുന്ന അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹ് എന്നെ കൈവിടൂല, അള്ളാഹ് എന്നെ സഹായിക്കും. അപ്പോൾ അള്ളാഹിൻ്റെ സഹായം പ്രതീക്ഷിക്കുന്നു, അള്ളാഹിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള, അതിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ അജ്ർ പ്രതീക്ഷിക്കാതെ നിങ്ങൾ വെച്ചു കൊടുക്കരുത്. നിങ്ങൾക്ക് ആ ഉരുളക്ക് പോലും എന്തുണ്ട്? അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലമുണ്ട്. അപ്പോൾ വീട്ടിൽ മക്കൾക്ക് ചെലവിന് കൊടുക്കുമ്പോൾ, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുമ്പോൾ, മക്കൾക്ക് വാരിക്കൊടുക്കുന്ന ഭക്ഷണം, ഭാര്യയ്ക്ക് വാരിക്കൊടുക്കുന്ന ഒരു ഉരുള, റബ്ബേ ഇതിനെനിക്ക് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പോയി സാധനം വാങ്ങുന്നു, തിരിച്ചു വരുന്നു, ബില്ല് കണ്ടിട്ട് പടച്ചോനെ എന്തൊക്കെ സാധനമാണ്, എത്ര സാധനം വാങ്ങിയിട്ടുണ്ട്, ഇന്നത്തെ വരവ് ചെലവ് കണക്ക് ഭയങ്കര കേട്ടോ അല്ലേ? നമ്മൾ ചിലവിനെ പറ്റി ഭയങ്കര ആശങ്കപ്പെടും. മക്കളുടെ ഫീസ് അടക്കണതിനെ പറ്റി പറയും, കറണ്ട് ബില്ല് അടക്കണതിനെ പറ്റി പറയും, വീട്ടിലെ ചിലവുകളൊക്കെ പറ്റി നമ്മൾ ഭയങ്കര ആശങ്കയും പേടിയുണ്ടാവും. പക്ഷേ അത് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും റബ്ബേ നിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ് റബ്ബേ, എൻ്റെ മക്കൾക്ക് വാരിക്കൊടുക്കുന്ന ഉരുള പോലും നിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിച്ചാൽ ഒരു ഗുണം എന്താണെന്നറിയോ? നമ്മുടെ മക്കൾ നാളെ നമ്മളോട് നന്ദികേട് കാണിച്ചാൽ, നമ്മുടെ ഭാര്യ നാളെ നന്ദികേട് കാണിച്ചാൽ നമ്മുടെ മനസ്സ് തകർന്നു പോവില്ല. കാരണം എൻ്റെ കൂട്ടത്തിൽ ആരുണ്ട്? റബ്ബുണ്ട്. ഞാൻ ചെയ്ത നന്മകൾ ആർക്കു വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാണ്. അതാണ് ബലാമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവസാനിപ്പിക്കുമ്പോൾ മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് 3 കാര്യങ്ങളെ വേർതിരിച്ചു പറഞ്ഞു. എന്താണ് ഹുസ്ന്, എന്താണ് ഹമ്മ്, എന്താണ് ഗം. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചോളി, നിങ്ങൾക്ക് പിന്നീട് ഉപകാരപ്പെടും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നമുക്കറിയാം, വലിയൊരു പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തിൻ്റെ പേരിൽ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പേര് വരാൻ തന്നെ കാരണം ഇസ്ലാമിൻ്റെ ഷെയ്ഖ് എന്നാണ്. തൗഹീദിനെ ഷിർക്കിൽ നിന്ന് വേർതിരിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത മഹാനായ ഒരു പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അദ്ദേഹം ഒരു പ്രാർത്ഥനയുടെ വിശദീകരണത്തിൽ, ഏതാണ് പ്രാർത്ഥന എന്നറിയോ? അല്ലാഹുമ്മ അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക്. നമുക്ക് സങ്കടവും ദുഃഖവും വിഷമമൊക്കെ വരുമ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂൽ പഠിപ്പിച്ചെന്ന ഒരു പ്രാർത്ഥനയുണ്ട്.
ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് അള്ളാഹിനോട് എന്താണോ വിഷമം പറയണത് അത് അള്ളാഹുവിന് നീക്കിക്കൊടുക്കുമെന്നാണ് ഉറപ്പായും. അതിൻ്റെ അവസാനത്തിലൊരു വാചകമുണ്ട്, വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. ആ വാചകം ഇങ്ങനെയാണ്, ജലാഅ ഹുസ്നി വദഹാബ വദഹാബ ഹമ്മി. ഹമ്മി, ഹമ്മും ഹുസ്നും. ഹുസ്നിനെ എന്ത് ചെയ്യണം? ഇല്ലാതാക്കണം, ഒഴിച്ചു കളയണം, ഒഴിവാക്കണം. വദഹാബ ഹമ്മി, എൻ്റെ ഹമ്മിനെയും എന്ത് ചെയ്യണം? പോക്കിക്കളയണം. അപ്പം എന്താ ഹുസ്നും ഹമ്മും? അപ്പം അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, ഹുസ്ൻ എന്ന് പറഞ്ഞാൽ അത് യതഅല്ലഖു ബിൽ മാളി, നമ്മുടെ കഴിഞ്ഞ ഭൂതകാലം പാസ്റ്റ് ടെൻസിലുണ്ടായ കാര്യങ്ങളുടെ പേരിൽ നമുക്ക് എന്തുണ്ടാകുക? ഹുസ്ൻ ഉണ്ടാകുക. പാസ്റ്റ് ടെൻസിൽ എന്തൊക്കെയുണ്ടോ, പാസ്റ്റിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് ഹുസ്ൻ ഉണ്ടാക്കും ഫ്യൂച്ചറിൽ. അപ്പം ഹുസ്നിനെ എന്ത് ചെയ്യണം? റബ്ബേ ജലാ, നീക്കിക്കളയണം. ഇനി നോക്കൂ, ഇനി അടുത്തെന്താ? ഹമ്മ്. അൽ ഹമ്മ്. ഹമ്മെന്ന് പറഞ്ഞാൽ മുസ്തഖ്ബിലാണ്, ഫ്യൂച്ചറിൽ വരാനുള്ള കാര്യം. എനിക്കിനി ഭാവിയിൽ വല്ല സാമ്പത്തിക ക്രിസ് വരുമോ, എൻ്റെ ജോലി നഷ്ടപ്പെടുവോ, ഞാൻ കടബാധ്യതനാകുമോ, എൻ്റെ മക്കൾ വഴിതെറ്റി പോവുമോ? അല്ലേ, മക്കളെപ്പറ്റി നമുക്ക് പേടിയുണ്ട്, നമ്മുടെ ബിസിനസ്സിനെ പറ്റി പേടിയുണ്ട്, നമ്മുടെ ജോലിയെപ്പറ്റി പേടിയുണ്ട്. അങ്ങനെ ഭാവി മുസ്തഖ്ബിൽ ഫ്യൂച്ചറിൽ വന്ന എന്തെല്ലാം കാര്യമുണ്ടോ അതൊക്കെ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാക്കും? ഹമ്മുണ്ടാക്കും, പേടിയുണ്ടാക്കും. എന്നാൽ ഒരെണ്ണം കൂടിയുണ്ട്, അതെന്താണ്? മുസ്തഖ്ബിൽ. മുസ്തഖ്ബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചർ, മുസ്തഖ്ബിൽ. ഇനി ഗമ്മാണ്. ഗമ്മ് എന്താ? ഗമ്മെന്ന് പറഞ്ഞാൽ ഹാലിർ, പ്രസൻറ്റ് ടെൻസിൽ നമുക്ക് എന്താണുള്ളത്? പ്രസൻറ്റിൽ എന്താ ഉള്ളത്? അപ്പോൾ 3 ടെൻസിനെ ആസ്പദമാക്കിയാണ് ഈ 3 വേർഡും വരിക. പാസ്റ്റിൽ ഹുസ്ന്, പ്രസൻറ്റിൽ ഗമ്മ്, ഫ്യൂച്ചറിൽ ഹമ്മ്. ഇത് 3 വേർതിരിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരു പ്രാർത്ഥനയുടെ വരി പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിലുണ്ടാവും ജലാ ഹുസ്നി. അപ്പം എൻ്റെ മനസ്സിലേക്ക് പഴയ ദുഃഖങ്ങൾ, പഴയ എല്ലാ ദുഃഖങ്ങളെയും പറ്റി നമുക്ക് ലിസ്റ്റ് ഔട്ട് ഉണ്ടാവും. റബ്ബേ അതൊക്കെ മാറ്റിക്കളയണം. വദഹാബ ഹമ്മി, വരാനിരിക്കുന്ന എല്ലാ പ്രയാസത്തിൽ നിന്ന് റബ്ബെ, ദുഃഖങ്ങളിൽ നിന്ന് എന്നെ എന്ത് ചെയ്യണം? പോക്കിക്കളയണം. അപ്പോൾ ഈ ഗമ്മ് ഖുർആൻ എവിടെ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? മൂസാ നബിയുടെ ചരിത്രത്തിൽ എന്തിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്? ഗമ്മ് എന്ന വാചകം പഠിപ്പിച്ചിട്ടുണ്ട്. മൂസാ നബി പ്രസൻറ്റ് ടെൻസിൽ അദ്ദേഹത്തിന് അഭിമുഖീകരിച്ച പ്രയാസത്തിൽ നിന്ന് അള്ളാഹ് എന്ത് ചെയ്തു? അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വേർതിരിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ ഹുസ്ന് എന്താണ്? പാസ്റ്റിൽ, ഹമ്മ് ഫ്യൂച്ചറിൽ, പിന്നെ ഗമ്മ് പ്രസൻറ്റ് സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ്റെ അവസാനത്തിൽ പറഞ്ഞ ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ, അള്ളാഹുവിന് കീഴ്പ്പെട്ട് തൗഹീദ് മുറുകെ പിടിച്ച് മുവഹിദായി മുത്തബിഉസ് സുന്നയായി നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരത്തിൽ നന്മകൾ നേടുന്ന വിശ്വാസികൾ അള്ളാഹു നാളെ പരലോകത്ത് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അള്ളാഹുവിൻ്റെ മഹത്തായ സ്വർഗം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ വിചാരണയുടെ ഭൂമികയിൽ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്നവരിൽ, കർമ്മത്തിൻ്റെ രേഖ നൽകുമ്പോൾ വലത് കൈയിൽ ലഭിക്കുന്നവരിൽ, മീസാനിൽ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു സമയം, ഈ ഒരു അധ്വാനം, ഈ ഒരു കൂടിയിരുത്തം നാളെ സ്വർഗത്തിലെത്താൻ അള്ളാഹു ഒരു കാരണമാക്കി മാറ്റുമാറാകട്ടെ. നഷ്ടപ്പെട്ടു പോകാത്ത പ്രതിഫലം കിട്ടുന്ന നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്ന് എല്ലാവിധ നന്മകളും സ്വീകരിക്കട്ടെ. നമ്മളിൽ ഒരുപാട് ആളുകൾ പ്രയാസം സഹിക്കുന്നവരുണ്ട്, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി. അവരുടെ എല്ലാം പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.